സാഹചര്യത്തിലെ വിലയിരുത്തൽ എന്താണ്? സർവേയിൽ, എക്സിറ്റ് പോൾ സർവേയിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. ഈ സംഭവം ഇതൊരു അഖിലേന്ത്യാ സംഭവമല്ലേ? വന്നാട്ടെ. അതെ, അതാ എന്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിനാണ് വലിയ മുന്നേറ്റം പ്രവചിച്ചത്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവിടെ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള താല്പര്യം എനിക്ക് കാണാൻ കഴിഞ്ഞു. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ചെസ് മത്സരത്തിന് ഞാൻ എടുത്തോളാം. അപ്പോൾ ഈ സർവേ ഫലങ്ങളൊന്നും ജനങ്ങളുടെ പൾസല്ല വ്യക്തമാക്കുന്നത്. ഉള്ള ആത്മവിശ്വാസം മഹാവികാസ് അഘാടി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. വിശ്വാസം നല്ല ഇങ്ങനെ ഊമ്പിത്തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ. NDA സഖ്യത്തിന്റെ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് കണ്ടു. BJPക്ക് 132 സീറ്റുകൾ, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 57, അജിത് പവാർ വിഭാഗം NCPക്ക് 41 സീറ്റ്. കോൺഗ്രസിന് വെറും 16, ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 20, ശരത് പവാറിന്റെ NCPക്ക് 10 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പോയിന്റിലോട്ട് വരാം. വിശ്വാസ് नहीं कर सकते. ये अनएक्सपेक्टेड रिजल्ट आया हुआ है. मलयालम हिंदी भाषा सहाई कमेटी के तरफ से ये बताना चाहता हूँ, ये परिणाम अविश्वसनीय है. ഹിന്ദി എണ്ണേ നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയില്ല. अनएक्सपेक्टेड है. हम इसके बारे में और जांच करेंगे. അധികം ദേഹം ഇളക്കണ്ട. ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. किसी को विश्वास नहीं हो रहा ये क्या हो गया, कैसे ये परिणाम हो गया. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? नेता हार रहे हैं, अच्छे अच्छे कैंडिडेट्स हार रहे हैं. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. പൊരിഞ്ഞ പോരാട്ടമല്ല. അവിശ്വസനീയമായ ഒരു വിജയമാണ് ഇവിടെ മഹായുതിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതല്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അവിശ്വസനീയമാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി.